ഞാൻ ഫ്രാൻസിസ്ക എഡ്വേർഡ്. ഞാൻ എൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ തെങ്ങിനെയും തേങ്ങയും കുറിച്ചാണ്. ഇന്നലെ ഞാൻ കുറേ തേങ്ങ അടർത്തിയായിരുന്നു. അപ്പം എനിക്ക് കിട്ടിയ തേങ്ങകളാണ് ഇതൊക്കെ. ഞാൻ കാണിക്കാം. സമ്പത്ത് കാലത്ത് കാപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാവുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് സത്യം. എൻ്റെ ഹസ്ബൻഡും എൻ്റെ പപ്പയും, അതായത് ഹസ്ബൻഡ് പപ്പയും കഷ്ടപ്പെട്ട് ഞാനിവിടെ കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. ഈ വീട്ടിൽ 50 തെങ്ങുണ്ടായിരുന്നു. ഇപ്പം അത്രയും തെങ്ങില്ല, 10-25 തെങ്ങേ ഉള്ളൂ. അന്ന് 800 തേങ്ങയൊക്കെ കിട്ടുമായിരുന്നു. അവർ നല്ല കെയർ കൊടുത്തിരുന്നു. രാവിലെ വെള്ളം ഒഴിക്കുന്നതും, ഞാൻ എന്നെപ്പോലെ ഇച്ചിരി വെള്ളമല്ല ഒഴിക്കുന്നത്, നല്ലപോലെ വെള്ളം തടം നിറയെ തണുക്കെ തടവെടുക്കുകയും അതിന് കുമ്മായ ഇടുകയും ഉപ്പിടുകയും വെള്ളം കൊടുക്കുകയൊക്കെ അത് രാവിലെ എഴുന്നേറ്റ് കൊടുക്കുമായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ ഓസിട്ടിട്ട് അങ്ങ് ഇരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് എനിക്ക് ഇത്രയെങ്കിലും തേങ്ങ കിട്ടുന്നത്. അല്ലാതെ എൻ്റെ മിടുക്കൊണ്ടൊന്നുമല്ല. അവരൊക്കെ മരിച്ചുപോയി. എന്തായാലും അവർ ചെയ്ത നല്ല പ്രവർത്തികൾ കാരണം നമുക്കിപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നു, അധ്വാനിക്കാതെ ബുദ്ധിമുട്ടാതെ ജീവിക്കാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് തേങ്ങ കാണാം. ഇന്നലെ അടർത്തിയ ഇതാണ് ഇന്നലെ അടർത്തിയ തേങ്ങ. ഇത്രയും തേങ്ങ അധികമില്ല, എന്നാലും കുറച്ച് തേങ്ങയും കൂടെ ഉണ്ട്. ഇത് വേറെ ഒരു ഇനം തേങ്ങയാണ്, വലിയ തേങ്ങയാണ്. കണ്ടോ? ഇത് ഓൾറെഡി ഞാൻ തേങ്ങ അടക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞു. അപ്പം തേങ്ങയ്ക്ക് വേണ്ടി ആൾക്കാർ ഓടി നടക്കുകയാണ്. അപ്പം നമ്മുടെ തെങ്ങെന്ന് പറയുന്നത് വേണ്ട, ഫ്രണ്ടിൽ തന്നെ 2 തേങ്ങുണ്ട്. അത് ഞാൻ കാണിക്കാം. ഉണ്ടോ? ഇതിൽ നിറയെ തേങ്ങ പിടിക്കും. അതുകൂടാതെ ഇവിടെയുണ്ട് തെങ്ങ്. പുറകിനൊക്കെ നിൽക്കുന്നുണ്ടോ? ഒത്തിരി തേങ്ങയുണ്ട്. ഇന്നലെ തേങ്ങ അടത്തത് കൊണ്ട് അതിൻ്റെ അധികം തേങ്ങയില്ല. അവിടെയും ഇവിടെ എല്ലാം നിൽപ്പുണ്ട് തേങ്ങ. പക്ഷേ പണ്ടത്തെ അത്രയും നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. ആ വലിയ തേങ്ങയൊക്കെ കിട്ടിയത് നിൽക്കുന്ന തെങ്ങിൽ നിന്നാണ്. ഏകദേശം 10-35 വർഷം പ്രായമുള്ള തെങ്ങുകളാണ്. അതിൻ്റെ തടം നമ്മളുടെ ഇടയ്ക്കൊക്കെ എടുത്ത് തടം തുറന്ന് കുമ്മായവും ഉപ്പും വളവും ഒക്കെ ചാണകമൊക്കെ ഇടാറുണ്ട്. പിന്നെ ഇപ്പം ഞാൻ തടം എടുത്തെന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ചീര നടും. ചീര നട്ട് കഴിഞ്ഞാൽ ചീര നട്ടാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചീര തടം വൃത്തിയായി കിടക്കുകയും ചെയ്യും, ചീര പറിക്കുകയും ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം തേങ്ങ ഓരോ ദിവസവും നമ്മൾ കരിക്കും വെള്ളമോ തേങ്ങയുടെ വെള്ളമോ കുടിക്കുകയാണെങ്കിൽ അത് ഡൈജഷൻ ഒത്തിരി നല്ലതാണ്. ശരീരത്തിൽ, സ്കിന്നിന്, നമ്മുടെ ഹൈഡ്രേഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഓരോ തേങ്ങയുടെ ഓരോ പാർട്ടും, അതായത് തേങ്ങയുടെ ഓരോ പാർട്ടും ഉപയോഗപ്രദമാണ്. അത് തേങ്ങ നമുക്ക് കറിക്ക് ഉപയോഗിക്കാം. പിന്നെ തേങ്ങ നല്ല ഒരു ഡൈജഷന് ഒത്തിരി നല്ലതാണ്. പിന്നെ തേങ്ങ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. ഞാൻ വീടിനകത്തൂടെ കയറി ഇറങ്ങിയാണ് അപ്പുറം നിന്നായതുകൊണ്ട്. അപ്പം തേങ്ങയുടെ തൊണ്ട്, ഞാൻ ഓർക്കിഡ് കൃഷിയിലെ തേങ്ങയുടെ തൊണ്ടാണ് ഉപയോഗിക്കുന്നത്. കത്തിക്കാൻ ഉപയോഗിക്കാം. അതിൻ്റെ ഒരു ഭാഗവും നമുക്ക് കളയാൻ പറ്റത്തില്ല, എല്ലാം പ്രയോജനമുള്ളതാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു 2 തെങ്ങും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ദിവസത്തേനുള്ള ചിലവിന് നമുക്ക് ഉപകരിക്കും, അല്ലേ? ഇത് ഞാനിപ്പം പുറത്തും കൊടുക്കും, വീട്ടിലെ ആവശ്യത്തിനുമൊക്കെ ഉപയോഗിക്കും. പിന്നെ തേങ്ങ കൊണ്ട് നമുക്ക് ഒത്തിരി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം.
കൊളസ്ട്രോളൊന്നും അധികം കൂടുകയില്ല. ഒത്തിരി ഉപയോഗിക്കാതിരുന്നാൽ മതി. പിന്നെ തെങ്ങിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മടൽ, അതിൻ്റെ ഓല എല്ലാം ഒരു ഭാഗം പോലും കളയാൻ അത് നമുക്ക് ഉപകരിക്കാൻ പറ്റുന്ന ഒരു വൃക്ഷമാണ് നമ്മുടെ കേരവൃക്ഷം. കണ്ടത് ഇവിടെയൊക്കെ കണ്ടില്ലേ, അവിടെ തെങ്ങ് നിൽക്കുന്നു, എല്ലാം തേങ്ങ അടത്തതാണ്. കണ്ട ഇവിടെ മുഴുവൻ തേങ്ങയാണ്. ഒരു 10-25 നല്ല തെങ്ങുണ്ട് എനിക്ക്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പാടാണ്. തെങ്ങൊക്കെ വളർത്തി ആരും നല്ലപോലെ നോക്കത്തില്ല. എല്ലാവരും ചെറിയ തെങ്ങ്, കുള്ളം തെങ്ങ് വാങ്ങിച്ച് അത് അതാണ് അവർ നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. പക്ഷേ അതിന് അധികം കാലാവധിയില്ല. അതേസമയം ഈ നാടൻ തെങ്ങ് നമ്മൾ 10-30 വർഷത്തിൽ കൂടുതൽ, 10-30 അതിൽ കൂടുതൽ, ഞാൻ വരുമ്പോഴേ ഇവിടെയുള്ള തെങ്ങുകളാണ് ഇതൊക്കെ. ഞാനും തെങ്ങ് കുറേ നട്ടായിരുന്നു. അപ്പം പറമ്പിൽ ഇപ്പം അതിന് വലിയ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ നടുന്നില്ല, ഉള്ളത് കൊണ്ട് മാനേജ് ചെയ്യുന്നു. അപ്പം എല്ലാവർക്കും അറിയുന്നതാണല്ലോ, തേങ്ങ കൊണ്ട് നമുക്ക് ഡെലിഷ്യസ് ഫുഡൊക്കെ ഉണ്ടാക്കാം. വെള്ളം കൊണ്ട് തേങ്ങ കൊണ്ട് അപ്പം ഉണ്ടാക്കാം. തേങ്ങ വെള്ളം കൊണ്ട് നമുക്ക് ഇത് പാലപ്പമൊക്കെ ഉണ്ടാക്കിയ ഭയങ്കര സ്വാദിഷ്ടമാണ്. തേങ്ങ വെള്ളം എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിൽ അത് സ്കിന്നിനും ആരോഗ്യത്തിനും ഹൃദയത്തിനും എല്ലാം ഒത്തിരി നല്ലതാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പം ഈ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തണം. എന്നാൽ മാത്രമേ എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും എൻ്റെ വീഡിയോസ് ഓരോ ദിവസവും ഓരോന്നും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും കാണുവാനും പറ്റും. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞു തരണം. എല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ മൊബൈൽ നമ്പർ 8547577169. നല്ല വലിയ തേങ്ങയാണിത്. ഇല്ലേ, വെള്ളമാണെങ്കിലും നല്ല സ്വീറ്റൊക്കെ അരിക്കൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അങ്ങ് ഫ്രിഡ്ജിലും കൂടെ വെച്ചിട്ട് അങ്ങ് കുടിച്ച് കഴിഞ്ഞാൽ, സ്ട്രോ വെച്ചൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു.